بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، أقيما مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ، إلى العرش والكرسي أحمد قد دنا، فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സമാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, ഉലമാക്കൾ, മുതഅല്ലിംകൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ലക്ഷ്യം വെച്ച് സംഘടിപ്പിക്കപ്പെടുന്ന പഞ്ചദിന പ്രഭാഷണത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ, വിഷയങ്ങൾ അഭിവന്യരായ മുത്തലിബ് ഉസ്താദ് ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി. മുസ്ലിംകളായ നാം മറ്റുള്ളവരെ പോലെ ജീവിതം തള്ളി നീക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതത്തിന് പ്രത്യേകം അടുക്കും ചിട്ടയും ഒതുക്കവും ക്രമവും ഉണ്ടായിത്തീരണം. എപ്പോഴും
ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയിൽ നിന്ന് അവനെ അനുഗമിക്കുന്ന ആശ്രയിക്കുന്ന ആശ്രിതർക്ക് പഠിക്കാനും പകർത്താനും ഒരുപാട് സന്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും നമ്മുടെ ഏറ്റവും വലിയ അടയാളങ്ങളായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം സ്വഭാവ രീതികളുണ്ട്, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുകയും നമ്മുടെ ജീവിതത്തെ രാവും പകലും നല്ല ചിട്ടയൊത്ത ജീവിതമായി ആരെങ്കിലും കണ്ടാലും മനസ്സിലാക്കിയാലും കുത്തഴിഞ്ഞ ജീവിതം എന്ന് പറയാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയണം. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സൗന്ദര്യമായി നിഗളിക്കേണ്ടത് അവൻ്റെ സൽസ്വഭാവമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും കൂടുതൽ പ്രശംസിക്കുകയും വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈമാൻ ഒരു മനുഷ്യനിൽ പൂർണ്ണമാകുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം അവൻ്റെ സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവങ്ങളിൽ പലതും പലപ്പോഴും പലർക്കും നഷ്ടപ്പെടുന്നു. പലർക്കും അത് സൂക്ഷിക്കാൻ കഴിയുന്നില്ല, ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാനാവുന്നില്ല. അവിടെ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു തിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ചില വിഷയങ്ങളൊക്കെ സഹിച്ച് തരണം ചെയ്യണം. അത് എല്ലാവർക്കും, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് അനിവാര്യമാണ്. അന്യോന്യം നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വരും. അവിടെ സഹനം സ്വീകരിക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം വെക്കുന്ന അടയാളങ്ങളിൽ, സ്വഭാവങ്ങളിൽ ഒന്നാണ് ഹിൽമ്, സഹനം, സഹിഷ്ണുത എന്നത്. പെട്ടെന്ന് ഉള്ള എടുത്തുചാട്ടം അത് അപകടകരമാണ്. ആണുങ്ങൾക്കത് തീരെ പറ്റൂല. പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ നല്ല സഹന സ്വഭാവം ഉണ്ടാകണം. സ്ത്രീകളിൽ അങ്ങനെ സഹന സ്വഭാവം ഉള്ള സഹോദരിമാർ, ഉമ്മമാർ ഏറ്റവും നല്ല ബഹുമാനം അർഹിക്കുന്നവരാണ്. പൂർവിക മഹത്തുക്കളും മഹതിമാരും അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ശ്രേഷ്ഠമായ സ്വഭാവങ്ങളിൽ ഏറ്റവും വലിയ സ്വഭാവമാണ് ഹിൽമ്, സഹനം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ നേതാവ്, ക്യാപ്റ്റൻ, അവരെ വിളിച്ചു പറഞ്ഞു. ആ മഹാനുഭാവന്റെ പേര് മുൻദിർ എന്നാണ് റളിയല്ലാഹു അൻഹു. ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ്, നിങ്ങളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അത് രണ്ടും അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. ആ മഹാൻ ചോദിച്ചു, വലിയ നേതാവാണ്. അബ്ദുൽ ഖൈസ് എന്ന് പറയുന്നത് വലിയൊരു ഗോത്രമാണ്, അറിയപ്പെട്ട ഗോത്രം. ഖുറൈശ് ഗോത്രം പോലെ നല്ല പേരും പെരുമയും പ്രശസ്തിയുമുള്ളൊരു ഗോത്രമാണ് അബ്ദുൽ ഖൈസ് ഗോത്രം. അവരുടെ നേതാവാണ് ഈ മഹാൻ. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ട്.
എന്താണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് അൽ ഹിൽമു, സഹനം, സഹിക്കാനുള്ള കഴിവ്. എല്ലാ വാക്കുകൾക്കും നമ്മൾ പ്രതികരിക്കരുത്, എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പ്രതികരിക്കരുത്. ചിലതൊക്കെ ക്ഷമയോടെ തരണം ചെയ്യണം. നിന്നെപ്പറ്റി ഒരാളെങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ സാരമില്ല, അല്ലാഹു തആല മാപ്പ് കൊടുക്കട്ടെ എന്ന് പറയുന്നത് വലിയ സഹനമാണ്. നിന്നെപ്പറ്റി അയാൾ അങ്ങനെ പറഞ്ഞു, അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, ആ പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ അല്ലാഹു തആല ശിക്ഷിക്കാതിരിക്കട്ടെ. അത് ചെറിയൊരു കഴിവല്ല, വലിയ കഴിവാണ്. നമ്മളെപ്പറ്റി പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു കറ ആ ആളെ കണ്ടാലും പറഞ്ഞത് തിരിച്ചു ചോദിച്ചാലും ഒരുപക്ഷെ മനസ്സിൽ നിന്ന് മാറൂല. പക്ഷേ സഹനം സ്വീകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയും. കുറ്റം പറഞ്ഞ ആരോടും ഒരു എതിർപ്പും ഇല്ലാതെ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ, ഏറ്റവും വലിയ സ്നേഹത്തോടെ പെരുമാറിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വച്ച ഏറ്റവും വലിയ സ്വഭാവമാണ് അൽ ഹിൽം, സഹനം. കുടുംബജീവിതത്തിൽ ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും മക്കൾ പകർത്തേണ്ട ഏറ്റവും വലിയ മാതൃക അവരുടെ ജീവിതത്തിലെ സഹന സ്വഭാവമാണ്. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കളിൽ ആ സ്വഭാവം അവർ പകർത്തിയെടുക്കും, തീർച്ചയാണ്. ആ സ്വഭാവം കൊണ്ട് ആ പരമ്പര മൊത്തം നല്ല സ്വഭാവമുള്ള, നല്ല സ്നേഹമുള്ള ആളുകളായി മാറും. ദുനിയാവിനോട് സഹിക്കാനുള്ള വലിയ കഴിവ്, ദുനിയാവിൻ്റെ ബഹുമാനങ്ങളെയും ഭംഗികളെയും സഹിച്ച് തരണം ചെയ്യാനുള്ള കഴിവ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച മഹതിയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു തആല അവർക്ക് നൽകിയ ആ ദുനിയാവ് ഒരു തെല്ല് പോലും സൂക്ഷിച്ചു വെക്കാൻ മഹദിക്ക് ആഗ്രഹമുണ്ടായില്ല. അല്ലാഹു തആല കൊടുത്ത ദുനിയാവ് കോടിക്കണക്കിനാണ്. സ്വന്തക്കാർ ചോദിച്ചാൽ കൊടുക്കാൻ എത്രമാത്രം ആലോചിക്കേണ്ടി വരും. പക്ഷേ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തത് സ്വന്തക്കാര് പറഞ്ഞതുകൊണ്ട് മാത്രം അല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച ശേഷം കുടുംബ ജീവിതത്തിലേക്ക് തങ്ങൾ കടന്നു വന്ന ശേഷം മക്കയിലെ പൗരപ്രമുഖന്മാര് ഖദീജ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ പറഞ്ഞു, ഖദീജ, നേരത്തെ രണ്ടാളുകൾ നിന്റെ കൂടെ മാറി മാറി ജീവിച്ചിരുന്നു, രണ്ട് ഭർത്താക്കന്മാർ, രണ്ട് ഇണകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഒന്നിനു ശേഷം ഒന്ന്. അവര് നല്ല സമ്പന്നരായിരുന്നല്ലോ. ഇപ്പോൾ മൂന്നാമതായി ജീവിതത്തിലേക്ക് സ്വീകരിച്ച ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ് അവര് പറയുന്നത്. സാമ്പത്തികമായി ഒരു ഭദ്രതയും ഒരു കഴിവും ഇല്ലാത്ത ആളായി പോയല്ലോ. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അതിന് പ്രതികരണമായി ഒന്നും പറയാതെ മഹദി ഏറ്റവും വലിയ സഹന സ്വഭാവമാണ് മറുപടിയായി കൊടുത്തത്. ആ പറഞ്ഞവരെയും അവരോടൊപ്പം വലിയ ഒരു നേതാവായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി നല്ല ഭക്ഷണം ഒരുക്കി അവരെ സൽക്കരിച്ചു. സൽക്കാരം കഴിഞ്ഞ ശേഷം അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കൊണ്ട് പറയുന്നത്, ഈ കാണുന്ന സമ്പത്ത് മുഴുവനും, നിങ്ങൾ കാണുന്നില്ലേ ഈ വിരിപ്പിന് മുകളിലുള്ളത്, ഇത് മുഴുവനും എൻ്റെ ഭർത്താവിനുള്ള സമ്പത്താണ്. ഇതവർക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാവുന്നൊരു മറുപടിയാണ്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അവരെ വിളിച്ച് പറയുന്നത്,
ഇനി മേലാൽ ഒരാളോടും തമ്മിൽ പരസ്പരവും ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നേക്കരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു. വവജദക ആയിലൻ ഫഅഗ്നാ. പലരും തങ്ങളെ ദാരിദ്ര്യം ബാധിച്ച ആളായി ചിത്രീകരിച്ചപ്പോൾ അല്ലാഹു അങ്ങേക്ക് സമൃദ്ധി നൽകി, ഐശ്വര്യം നൽകി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഐ അഗ്നാക ബിമാലി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു തങ്ങൾക്ക് സമൃദ്ധി നൽകി. പഴയകാലത്ത് അങ്ങനെ സഹിക്കാനുള്ള നല്ലൊരു മനസ്ഥിതി സഹോദരിമാർക്ക്, സ്വന്തം ഇണകൾക്ക് ഉണ്ടായിരുന്നു. സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്ന സമയത്ത് ഉമ്മമാരെ, അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഏതും ഇല്ല, വെള്ളി ആഭരണങ്ങൾ ഒന്നും ഇല്ല. എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സഹിച്ച് ജീവിക്കാനുള്ള വലിയൊരു സ്വഭാവമാണത്. ദുനിയാവിനോടുള്ള സഹനമാണ്. അതേ സമയത്ത് ദുനിയാവിനോട് വലിയ മഹബത്തും വലിയ താല്പര്യവും ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കാൻ തോന്നില്ല, കഴിയില്ല, സഹിക്കാനൊക്കില്ല. നല്ല മാർഗത്തിന് വേണ്ടിയാണ് എന്ന് കരുതിയാലും പരിമിതിപ്പെടുത്താൻ ശ്രമിക്കും. പിന്നീട് വേണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് പലതും പരിമിതപ്പെടുത്തും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോഴും അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു, വവാസത്തിനി ബിമാലിഹാ ഇദ് ഹറമനിന്നാസ്. ജനങ്ങൾ മുഴുവനും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, സമ്പത്ത് ഒന്നും തരാതെ എന്നെ ബഹിഷ്കരിച്ചപ്പോൾ വലിയ സമ്പത്ത് തന്ന് എന്നോട് സഹവർത്തത്തിൽ പുലർത്തിയത്, സഹവാസം ചെയ്ത് എന്നെ സഹായിച്ചത് എന്റെ ഖദീജയാണ് റളിയല്ലാഹു അൻഹ. അവിടുന്നത് എടുത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, സഹിച്ച് ജീവിക്കാനുള്ള കഴിവ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അത് നല്ലൊരു സ്വഭാവമാണ്. പെട്ടെന്ന് പ്രതികരിക്കാതെ സഹനം സ്വീകരിക്കാനുള്ള കഴിവ് വേണം. മാപ്പ് കൊടുക്കാനുള്ള കഴിവ് സഹനത്തിൻ്റെ ഒരു മാർഗമാണ്. വിട്ടുവീഴ്ച ചെയ്യുക എന്നത് സഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. തീരെ ഒരു നിലക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ കാർക്കശ സ്വഭാവത്തോടെ മുറുകെ പിടിക്കുന്ന ആളുകളാകരുത്. ചിലരും മരിച്ചു കഴിഞ്ഞാലും മാപ്പ് കൊടുക്കാത്ത കട്ടിയുള്ള മനസ്ഥിതിയാണ്. നഊദു ബില്ലാഹ്, അങ്ങനെയാകരുത്. മരണപ്പെട്ടു എന്ന നിലക്ക് മനസ്സിനൊരു മയം, അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടൊരു മാപ്പ്. അതിനു മുമ്പ് തന്നെ മാപ്പ് കൊടുക്കുന്നവരാണ് പലരും. എത്ര വലിയ അക്രമങ്ങളും അരുതായ്മകളും ഏറ്റവും അധികം കുടുംബക്കാരിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് കരുതിയാലും കുടുംബക്കാർക്കല്ലേ വലിയ മാപ്പ് കൊടുക്കേണ്ടത്. കുടുംബക്കാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറ്റവും വലിയ സഹന സ്വഭാവം സ്വീകരിച്ചത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി വന്നതും കുടുംബക്കാരിൽ നിന്നാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അങ്ങനല്ലേ, പുറമക്കാരാണ് ചെയ്തതെങ്കിൽ എനിക്ക് പരാതിയില്ലായിരുന്നു ഉസ്താദെ. സ്വന്തക്കാരങ്ങനെ പറയോ, സ്വന്തക്കാരങ്ങനെ ചെയ്യോ? അവരിൽ നിന്ന് വരും, അത് സഹിക്കണം. കുടുംബക്കാരിൽ നിന്ന് വരും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹദ്. ഉഹദിനേക്കാൾ പ്രതിസന്ധിയുള്ള വല്ല ദിവസവും അങ്ങയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ നബിയെ? ഉഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുള്ള ഒരു ദിനമാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് അടക്കം ഒരുപാട് പ്രതിസന്ധികൾ ഉഹദിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഉഹദല്ല എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി പൂർണ്ണമായത്, ഉഹദിനേക്കാൾ എനിക്ക് ഗൗരവം നിറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം നിറഞ്ഞ ഒരു വർഷം ആമുൽ ഹുസിൻ,
ബീബി ഖദീജ റളിയല്ലാഹു അൻഹയും എനിക്ക് വലിയ സംരക്ഷണം തന്നിരുന്ന അബൂ ത്വാലിബും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും മരണപ്പെട്ടു പോയത്. രണ്ടും എനിക്ക് വലിയ താങ്ങും തണലുമായിരുന്നു. ഞാൻ വലിയൊരു അവലംബം പ്രതീക്ഷിച്ച് എൻ്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് നീങ്ങി. കുടുംബക്കാരാണല്ലോ എന്ന നിലയ്ക്ക് അവരെന്നെ പരിഗണിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ത്വായിഫിലുള്ള എൻ്റെ കുടുംബക്കാരിലേക്ക് ഞാൻ നീങ്ങിയപ്പോ എന്താണ് അവർ ചെയ്തത്? ചെറിയ കുട്ടികൾ 8ഉം 8ഉം തിരിയാത്ത കുരുന്നുകളുടെ കയ്യിൽ കല്ലെടുത്തു കൊടുത്തു. എറിയാൻ അവര് പ്രേരിപ്പിച്ചു. അതേ, വിദ്യാഭ്യാസമില്ലാത്ത വിവരം ഇല്ലാത്ത ആളുകളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് പലതും പറയാനും കൂക്കി വിളിക്കാനും വിട്ടു. എന്റെ ശരീരത്തിലേക്ക് കല്ലേറ് നടത്താൻ കുരുന്നുകളെ വിട്ടവർ എന്റെ സ്വന്തക്കാരാണ്, എന്റെ കുടുംബക്കാരാണ്. ഞാൻ പതുക്കെ പതുക്കെ നടന്ന് ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്റെ കൂടെയുണ്ടായിരുന്ന സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്കാണ് ഒരു ഏറ് വന്ന് വീണത്. തലയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ പൊളിഞ്ഞുപോയി, പൊട്ടിപ്പോയി. രക്തമിങ്ങനെ ഒഴുകുമ്പോ ഞാൻ പറഞ്ഞു, സെയ്ദേ, എന്നെ കാത്തു നിൽക്കാതെ നിങ്ങൾ മക്കയിലേക്ക് നടക്കണം. സ്വകാര്യ വഴിയിലൂടെ മക്കയിലേക്ക് പോയിക്കൊള്ളണം. ഞാൻ മക്കയിലേക്ക് വരും, നിങ്ങൾ എന്നെ കാത്തു നിൽക്കരുത്. അപ്പുറത്തുള്ളൊരു മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുമ്പോ ദൂരെ നിന്ന് നോക്കിക്കണ്ട എന്റെ കുടുംബക്കാര്, അവർക്ക് ചെറിയൊരു ആശ്വാസം. എങ്ങനെയായാലും നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, നമ്മളങ്ങനെ ചെയ്യാവതല്ലോ. അങ്ങനെ ഒരു ചിന്ത വരെ മനസ്സിൽ വന്നപ്പോഴാണ് അവരുടെ ഭൃത്യൻ അദ്ദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ അല്പം മുന്തിരി അവർ കൊടുത്തയച്ചത്. ആ മുന്തിരി വന്നപ്പോൾ ഞാൻ ആ മുന്തിരി എടുത്ത് ഭക്ഷിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് 1-2 മുന്തിരികൾ എന്റെ കയ്യിലേക്ക് എടുത്തപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ വിശുദ്ധമായ വചനം ഞാൻ ഉരുവിട്ടപ്പോ എന്റെ ആ പരിശുദ്ധമായ വചനം ശരിക്ക് ശ്രവിച്ച അദ്ദാസിന് വലിയ സന്തോഷം. ഇതുവരെ കേൾക്കാത്ത ഒരു വചനമാണിത്, നല്ല സന്തോഷമുള്ളൊരു വാക്കാണിത്. അദ്ദാസ് ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശരിക്കും ശ്രവിച്ച ശേഷം അവിടെ തന്നെ നിന്നു പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദാസിനോട് ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാണ്? ഞാൻ ഈ മദീനക്കാരനല്ല, മക്കക്കാരനും അല്ല, ഞാൻ നീനുവക്കാരനാണ്. അതേ, നീനുവക്കാരനാണോ? എന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാടാണല്ലോ നീനുവ. ചോദിക്കുന്നു അദ്ദാസ്, യൂനുസ് നബിയെ അറിയുമോ? നബിയെ അറിയാം. ദാക അഖീ വനബിയ്യും മിനൽ അംബിയാ, എന്റെ സഹോദരനാണ് യൂനുസ് ബിനു മത്താ, അംബിയാക്കളിൽ ഒരു നബിയും ആണ്. എനിക്ക് നല്ലവണ്ണം അറിയും. തങ്ങൾ ഉരുവിട്ട വചനം എന്താണ്? അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വചനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി യൂനുസ് നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദാസ് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കാലിലേക്ക് ഒന്ന് താഴ്ന്നു വന്നുകൊണ്ടൊരു ചുംബനം നടത്തുന്നു. കാല് ചുംബിക്കുന്നത് അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട്, ഉത്ബയും ശൈബയും കാണുന്നുണ്ട്. കാല് ചുംബനം അർപ്പിച്ച ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്തിന്റെ സുന്ദരമായ വചനങ്ങളും ചൊല്ലി അദ്ദാസ് തിരിച്ചു പോയപ്പോൾ അവർ ചോദിച്ചു, മുന്തിരി കൊടുക്കാനല്ലേ നിന്നെ അയച്ചത്? നീ എന്തൊക്കെയാണ് അവിടെ പോയി ചെയ്തത്? അദ്ദാസ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, എനിക്ക് തീർത്തും സത്യമായും എനിക്ക് ബോധ്യപ്പെട്ടു അന്നഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. ഞാൻ വിശ്വസിച്ചു, ഞാൻ സ്വീകരിച്ചു, എനിക്ക് ശരിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരം നിങ്ങൾക്കില്ലല്ലോ. എനിക്ക് നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ പലതും എനിക്ക് പകർന്നു തന്നു. അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ചു.
കുടുംബക്കാരിൽ നിന്ന് കിട്ടിയ ഈ വിഷമമാണ് നബിതങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമമായത്. പക്ഷേ ആ കുടുംബക്കാർക്കും അവിടുന്ന് വിശാലമായ മാപ്പാണ് നൽകിയത്. കുടുംബക്കാരിൽ നിന്ന് വന്ന അക്രമങ്ങൾക്ക് അറുതിയായി അവരെ മുഴുവനും തകർക്കാൻ വേണ്ടി മലക്കുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടും ഒരൊറ്റ വാക്ക് പറഞ്ഞ് സമ്മതം മൂളുന്നതിന് പകരം, വേണ്ട ജിബ്രീൽ, ഒരൊറ്റ ആളെയും നശിപ്പിക്കണ്ട. ഈ കാണുന്ന 2 പർവ്വതങ്ങളെയും ഒന്ന് പൊക്കിയെടുത്ത് ഒന്ന് കൂട്ടിയോജിപ്പിച്ചാൽ പിന്നെ ത്വായിഫ് എന്ന് പറയുന്ന ഭൂമിയില്ല. ഈ ത്വായിഫിലെ ഒറ്റ ഗ്രാമങ്ങളും ഇല്ല നബിയെ. അതിന് ചുമതലയുള്ള മലക്കുകളുമായിട്ടാണ് ഞാൻ വന്നത്. അങ്ങയുടെ ഒരു അനുവാദം മതി. വേണ്ട ജിബ്രീൽ, ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവര് വിവരമില്ലാത്ത ആളുകളല്ലേ. അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കട്ടെ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സഹനശീലം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഏറ്റവും സുന്ദരമായ ഒരു സ്വഭാവമാണ്. സഹിക്കാൻ കഴിയണം, പല വിധത്തിൽ സഹിക്കാൻ കഴിയണം. കുടുംബക്കാരിൽ നിന്ന് ഒരുപക്ഷെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഗൗരവമുള്ള വാക്കുകളും ഫിത്നകളും ഫസാദുകളും ഒക്കെ വന്നേക്കും. ക്ഷമിച്ച് സഹിച്ച് തരണം ചെയ്തിട്ടത് തിരുത്തിയെടുക്കാനുള്ള കഴിവ് വേണം. പല മഹാരഥന്മാരും ആ വഴിക്ക് സഹിച്ച് നല്ല ക്ഷമയോടെ വർത്തിച്ച് കുടുംബക്കാരെ പലരെയും ആ രൂപത്തിൽ നന്നാക്കിയെടുത്തിട്ടുണ്ട്. സഹിക്കുക എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്ന സ്വഭാവം ശ്രേഷ്ഠമായ സ്വഭാവമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല അത് എടുത്തു പറഞ്ഞു. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലഹലീമുൻ, നല്ല സഹിഷ്ണുതയുള്ള മഹാനാണ്. അതുകൊണ്ടല്ലേ അക്രമകാരികളായ ജനതയെ ശിക്ഷിക്കാൻ മലക്കുകൾ പോകുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു ശഫാഅത്ത്, ഖാല ഇന്ന ഫീഹാ ലൂത്താ, നിങ്ങൾ ആ ഗ്രാമക്കാരെ നശിപ്പിക്കരുത്, അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ. ലൂത്ത് നബി അലൈഹിസ്സലാം ഉണ്ടെന്ന നിലക്കൊരു പരിഗണന കൊടുത്തുകൂടെ? മലക്കുകൾ പറഞ്ഞു, നഹ്നു അഅലമു ബിമൻ ഫീഹാ ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ല ഇംറഅതഹു കാനത് മിനൽ ഗാബിരീൻ. അവിടെ ആരൊക്കെയുണ്ടെന്ന് നമുക്കറിയും. അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും നമ്മൾ നശിപ്പിക്കുന്നില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തും. പക്ഷേ തിന്മയുടെ ഉപാസകരോട് എന്നും കൂറുപുലർത്തുന്ന അവിടുത്തെ പത്നിയുണ്ടല്ലോ, കാനത്ത് മിനൽ ഗാബിരീൻ, ശിക്ഷയിൽ അവശേഷിക്കുന്നവരിൽ പെട്ടവരാണ്. അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ നല്ലൊരു ഭാഗം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്കും ലഭിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ പോകുന്നില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും മക്കളെയും രക്ഷപ്പെടുത്തും. അങ്ങനെ പോകുന്ന ആളുകളോട് ശിക്ഷിക്കരുത് എന്നൊരു സ്വഭാവത്തോടെ ഇത് പറയാൻ കാരണം, ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹനമാണ്, സഹന സ്വഭാവം. അത് സ്വീകരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻതൂക്കം നൽകിയത്. കാർക്കശ്യത്തിനേക്കാൾ തങ്ങൾ മുൻതൂക്കം നൽകിയത് സഹന സ്വഭാവത്തിനാണ്. അതുകൊണ്ടല്ലേ ബദറിലെ തടവുകാരെ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന നേരത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവരേതായാലും തങ്ങളെ ശത്രുക്കളല്ലേ, അതുകൊണ്ട് ഇനി നമ്മൾ അവരെ വിട്ടേക്കേണ്ടതില്ല. 10 ആളുകളെ എന്റെ കയ്യിലേൽപ്പിക്കണം, 10 ആളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേൽപ്പിക്കണം, 10 ആളെ മറ്റൊരാളെ കയ്യിലേൽപ്പിക്കണം. എല്ലാവരെയും അങ്ങ് വകവരുത്തി കളയണം. ശത്രുക്കളായിട്ടല്ലേ അവര് പ്രതിരോധത്തിന് വന്നത്, അതുകൊണ്ട് അവരെ വിട്ടേക്കണ്ട എന്ന തീരുമാനം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എന്ത് ചെയ്യണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങയുടെ നാട്ടുകാരാണ്, പലരും കുടുംബക്കാരാണ്, കുടുംബ ബന്ധമുള്ള എത്രയോ ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവ്, അവര് പോലും ആ കൂട്ടത്തിലുണ്ടല്ലോ, അബുല്ലാസ് ബിനുർ റബീഅ്. അങ്ങനെ പലരും ഉണ്ട്.
നാട്ടുകാരും കുടുംബക്കാരുമല്ലേ, അവരെ അങ്ങ് വിട്ടേച്ചേക്കാം. രണ്ട് രീതിയിലുള്ള പ്രതികരണം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ അന്ത കനൂഹ്, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. നിങ്ങളുടെ സ്വഭാവം നല്ല കാർക്കശ്യമുള്ള സ്വഭാവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അന്ത ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ നല്ല സഹനശീലമുള്ള സ്വഭാവമാണ് നിങ്ങളുടെ സ്വഭാവം. എന്നിട്ടെന്താ തങ്ങൾ തീരുമാനിച്ചത്? അവരെ കൊന്നുകളയാനാണോ തീരുമാനിച്ചത്? അല്ല, സഹനത്തിനാണ് മുൻതൂക്കം നൽകിയത്. അവിടുന്ന് പ്രഖ്യാപിച്ചു, മോചനദ്രവ്യം കൊണ്ടുവരാൻ കഴിവുള്ള യോഗ്യതയുള്ള ആളുകൾ മുഴുവനും മോചനദ്രവ്യം കൊണ്ടുവന്നുകൊണ്ട് മോചനം സ്വീകരിച്ചു പോയിക്കോട്ടെ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരവിറക്കിയത്. അപ്പോൾ സഹനത്തിനാണ് അവിടുന്ന് മുൻതൂക്കം നൽകിയത്. സഹോദരങ്ങളെ, പലവിധേന സഹിക്കേണ്ടതുണ്ട്. ചെറിയ ഒരു ഘട്ടത്തിൽ പോലും സഹിക്കാതിരുന്നാൽ നമ്മെ ഒരു മാതൃകാ യോഗ്യതയുള്ള ബാപ്പയാക്കി മക്കൾ കാണൂല. എപ്പോഴും കുരച്ചു ചാടുന്ന ബാപ്പ, എന്തൊരു കൊരക്കലാണ് ബാപ്പ കൊരക്കുന്നത്. അങ്ങനെ കുരച്ചു ചാടാൻ പാടില്ല. ഭക്ഷണത്തിൽ ഒരൽപ്പം ഉപ്പ് കൂടുതലായി പോയി, കൽപ്പിച്ചുകൂട്ടി ആരും ഉപ്പൊന്നാകെ കൊണ്ടുപോയി ഇടില്ലല്ലോ. ഒരൽപ്പം എരിവ് കൂടുതലായി പോയി, നമ്മുടെ മൂക്കിലൂടെയും കണ്ണിലൂടെയും വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് സഹിച്ചേക്കാം, എപ്പോഴുമില്ലല്ലോ, ഒരിക്കൽ സംഭവിച്ചതല്ലേ. ഇതും നമുക്കൊരു സന്തോഷത്തോടെ സ്നേഹത്തോടെ വെച്ച് തരുന്നതല്ലേ. നമുക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരുക എന്നതും കൃത്യമായിട്ട് ആ ഭക്ഷണം കൊണ്ടുതരിക എന്നതും അവരുടെ ഉത്തരവാദിത്തമോ ബാധ്യതയോ കടമയോ അല്ലല്ലോ. സ്നേഹത്തിന്റെ ഭാഗമായി, സന്തോഷത്തിന്റെ ഭാഗമായി, പാരസ്പര്യത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിത്തരുന്ന ഈ ഭക്ഷണത്തിന് ഈ വിധം കുറ്റം പറഞ്ഞാലോ? ചിലർക്ക് ഭക്ഷണത്തിൽ നിന്നൊരു ചെറിയ മുടി കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, അന്നും പിറ്റേന്നും മുഴുവനായും അവിടെ സമരമാണ്. ചെറിയ സമരമല്ല, വലിയ സമരം. അവരുടെ വർത്തമാനങ്ങൾ കേട്ടാല് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ കൊണ്ടുപോകാൻ പറ്റും. അത്രയും ചൂടും ചുക്കാതിയുമുള്ള വർത്തമാനമാണ്. അതിന്റെ ഉദാഹരണമൊന്നും മൈക്കിൽ പറയാൻ പറ്റൂല, പരിപാടി ലൈവായി പോകുന്നത് കൊണ്ട്. എന്തെല്ലാമാണ് ചിലര് പറയുന്നത് എന്നറിയുമോ? നെറുകേടിന് ഇനി ഡിക്ഷണറിയിൽ വാക്കില്ല എന്ന് വരും. അത്തരത്തിൽ നെറുകെട്ട വാക്കുകൾ ഒരിക്കലും അരുത്. അത് കേട്ടുകൊണ്ട് വളരുന്ന ഒരു കുടുംബം, ഒരു പിൻതലമുറ അപ്പുറത്തുണ്ട്. ബാപ്പ തുടങ്ങി, ഇനി ബാപ്പാന്റെതാണ്. ഉമ്മ തുടങ്ങി, ഇനി ഉമ്മാന്റെതാണ്. ഓരോരുത്തരെയും അവര് വിലയിരുത്തും. ഒരാൾക്കും അവര് വില കൽപ്പിക്കില്ല. ചെറിയ ഒരു സംഗതിക്ക് വേണ്ടി നീണ്ട രൂപത്തിൽ ഒന്നാകെ കയർക്കുന്ന സ്വഭാവം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഒരു മുടി കിട്ടിക്കഴിഞ്ഞാൽ ചൂടാകണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദേഷ്യപ്പെടണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. കയർക്കണം എന്നല്ല പഠിപ്പിക്കുന്നത്. ആ ഭക്ഷ്യവസ്തുവിന്റെ വിലയും നിലയും തൂക്കവും പറഞ്ഞുകൊണ്ട് അവിടെ സമരസപ്പെടണമെന്നല്ല പഠിപ്പിക്കുന്നത്. പകരം ഏറ്റവും നല്ല സഹന സ്വഭാവമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കുടിക്കാൻ അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പാനപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഉദ്ധരിക്കുന്നത് കാണാം. പാനപാത്രം മരത്തിന്റെ ഒരു പാത്രമായിരുന്നു. മരപാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നപ്പോ ആ വെള്ളത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോക്കിയപ്പോൾ ഒരു മുടി കണ്ടു. മുടിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയെ ചീത്ത പറഞ്ഞില്ല. ആ സ്വഹാബിയോട് കറുത്ത കണ്ണ് കാണിച്ചില്ല. അവിടുന്ന് എന്താ ചെയ്തത് എന്നറിയോ? മുടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ജമ്മിൽഹു. കുറേ ദീർഘം ദ്വാരക്കാരില്ലാത്തതുകൊണ്ട് വേഗം പഠിച്ചു വെക്കാൻ പറ്റുമല്ലോ. പെണ്ണുങ്ങളാവുമ്പോ അല്ലാഹുമ്മ ജമ്മിൽഹാ എന്നും കൂടി ഒന്ന് ദ്വാരത്താൽ മതി. അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഈ സ്വഹാബിന്റെ ജമാലിയത്ത്, അഴക് നിലനിർത്തി കൊടുക്കണം. നല്ല ഭംഗി, ഏത് പ്രായത്തിലും നല്ല ഭംഗി, നല്ല ആരോഗ്യം നിലനിർത്തിക്കൊടുക്കും. നമ്മളിങ്ങനെ ഒരു 75 80 ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഇണ ഒരു 18ന്റെ പവറിൽ നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പൗതി മരുന്ന് മതിയാകും, മരുന്ന് കുടിക്കുന്ന ആളാണെങ്കിലും.
ക്ഷീണമുള്ള ആളെ 3/4 ഭാഗം ക്ഷീണവും മാറിപ്പോകും. അവർ നല്ല നല്ല അന്തസ്സിൽ നിൽക്കുമ്പോൾ. അപ്പൊ ദ്വാരക്കുന്നതല്ലേ നല്ലത്. അല്ലാഹുമ്മ ജമ്മിൽഹു എന്ന് തങ്ങൾ ദുആ ചെയ്തു. നല്ല അഴക്, നല്ല ഭംഗി നിലനിർത്തി കൊടുക്കണം. ആ ദ്വാരനതിന് ശേഷം ആ മുടി ഉപേക്ഷിച്ചു. എന്നിട്ട് തങ്ങൾ ആ വെള്ളം കുടിച്ചു. ചിലർ കുടിക്കൂല. നജസാണോ അത്? നജസല്ലല്ലോ അത്. കുടിക്കൂല എന്നല്ല, പിന്നെ ആ നേരത്തുള്ള ഒരു ഭക്ഷണവും സംഗതി കിട്ടിയത് ഒരു പിന്നെ എന്തെങ്കിലും ഒരു അപ്പത്തിൽ നിന്നോ മറ്റോ ഒന്നാണെങ്കിൽ അതിന്റെ കൂടെയുള്ള മറ്റൊന്നും കഴിക്കൂല. പിന്നെ സങ്കല്പിക്കണം അതിലൊക്കെ മുടിയുണ്ട്. കിട്ടിയത് ഒന്നിൽ നിന്നാണ്, മറ്റേതിലൊന്നുമില്ല. പക്ഷെ ഇവരെ ദേശത്തിന്റെ ഊക്കാണത്. സഹിക്കണം സഹോദരങ്ങളെ. ഉപ്പമാരോട് ഞാൻ പറയുന്നു, സഹിക്കണം, ക്ഷമിക്കണം. പലയിടത്തുനിന്നും കേൾക്കുമ്പോൾ ബേജാറായി പോകും. അപ്പൊ പിന്നെ എങ്ങനെ ചിന്തിച്ചോ, ഇമ്മാതിരി കയർത്താല് മനസ്സിന് വേദന വന്നിട്ട് പിന്നെ എങ്ങനെ കുറെ ആൾക്കാർ ജീവിതം അവസാനിപ്പിക്കാതിരിക്കുക? അങ്ങനെ ചൂടാകാൻ പാടില്ല. ചൂടാകേണ്ട ഒരു വിഷയമേ അല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വെള്ളം കുടിച്ചു. സ്വഹാബത്ത് പറയുന്നു, 93 പ്രായത്തിൽ അംറു ബിൻ അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും നരബാധിച്ചിട്ടില്ല. 93 പ്രായത്തില്. അതല്ലേ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ജമ്മിൽഹു, നല്ല ജമാലിയത്ത്, നല്ല ഭംഗി നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഭക്ഷണത്തിലല്ലെങ്കിലും കുറ്റം പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിക്കെതിരാണത്. തങ്ങളെ സ്വഭാവം പഠിപ്പിച്ചപ്പോൾ ഒരൊറ്റ ഭക്ഷണത്തെയും ഒരിക്കലും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു, താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. വഇല്ലാ തറകഹു, അല്ലെങ്കിലോ തങ്ങളത് ഉപേക്ഷിക്കും. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. നല്ല സംഭാവന കൊടുക്കണം. ഇന്നലെ കൊടുത്തോലെ ഇന്ന് കുറച്ച് കട്ടിയിൽ കൊടുക്കണം. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അതുകൊണ്ട് കുറച്ച് കട്ടി. എല്ലാവരും കൊടുക്കണം സംഭാവന, എല്ലാവരും കൊടുക്കണം. നമ്മുടെ സിറാജുൽ ഹുദയിൽ നടത്തുന്ന പരിപാടിയാകുമ്പോൾ ചെറിയ സംഭാവന എന്ന് പറയുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. രോഗികളുണ്ട്, വിഷമാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ശിഫാഉം നല്ല ആഫിയത്തും സലാമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ തരത്തിലുള്ള നല്ല ക്ഷമ പാലിക്കണം. താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. ഇല്ലാ തറക്കഹു, താല്പര്യമില്ലെങ്കിലോ തങ്ങൾ വേണ്ടാന്ന് വെക്കും. എന്നാലും ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറയുന്ന സ്വഭാവം ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ ചിലരുടെ സ്വഭാവം എന്താണെന്നറിയോ നിങ്ങള്? ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കും. ഓരോന്നിന്റെയും ടേസ്റ്റ് നോക്കിയിട്ട് ഇത് പാകപ്പെടുത്താൻ എന്തൊരു പ്രയാസമുണ്ട്, എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചാണ് ഇതൊക്കെ പാകപ്പെടുത്തിയത്. അൽഹംദുലില്ലാഹ്, സന്തോഷം പറയുന്നതിന് പകരം നമ്മളെ മനസ്സിൽ തോന്നുന്നു, എന്റെ പൈസ കൊണ്ട് ഇത്രയും ചെലവാക്കിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനൊക്കെയാണോ ചെയ്തത്? അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഈ ഭക്ഷണത്തെ നല്ലതായി പറഞ്ഞ് വേണ്ട എങ്കിൽ വേണ്ടാന്ന് വെക്കണം. അതിൽ നിന്ന് മാറിയിട്ട് നമ്മിൽ ചിലരുടെ സ്വഭാവം കഴിക്കുന്നതോടൊപ്പം കുറ്റം പറയും. ഈ മീന് പൊരിച്ചത്, മറ്റേത് വറുത്തത്, മറ്റേത് മുളിട്ടത് ഒന്നും ശരിയായിട്ടില്ല എന്ന് പറയും. എന്തെല്ലാമോ കാട്ടിക്കൂട്ടി എന്ന് പറയും. പറയുന്ന സമയത്ത് ഒരു പക്ഷേ അടുക്കളയിൽ നിന്നത് കേൾക്കുന്ന ഉമ്മ, അല്ലെങ്കിൽ സഹോദരിമാര്, അല്ലെങ്കിൽ ഭാര്യ, അവര് ചിന്തിക്കും അൽഹംദുലില്ലാഹ്, ഏതായാലും ഉച്ച നേരത്തേക്കൊന്നും ശരിയായിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. വൈകുന്നേരമാകുമ്പോ ഒക്കെ ശരിയാക്കി റീകണ്ടീഷൻ ചെയ്ത് മുളകും മറ്റുമൊക്കെ പാകപ്പെടുത്തി നല്ല രൂപത്തിൽ കൊടുക്കാം. പക്ഷേ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി മേശപ്പുറത്ത് വന്നു നോക്കുമ്പോ പൊരിച്ചത് ഒറ്റ കഷ്ണവും ബാക്കിയില്ല, മുള്ളു മാത്രം ബാക്കി, വറുത്തതും ബാക്കിയില്ല. പറഞ്ഞതോ കുറ്റം പറഞ്ഞത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്, കഴിക്കാനുള്ളതോ മുഴുവനും കഴിച്ചിട്ടുണ്ട്. ആ സ്വഭാവം ശരിയല്ല, അത് നല്ല സ്വഭാവമല്ല. സഹനത്തോടെ താല്പര്യപ്പെടുമെങ്കിൽ ഭക്ഷിക്കണം, അല്ല വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കണം.
ആ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും സഹനം പാലിക്കണം. അതേ സഹോദരങ്ങളെ, ചിലയിടങ്ങളിലൊക്കെ ഭാര്യമാരെ ഭർത്താക്കന്മാര് കാത്തിരിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ കാത്തിരിക്കുമ്പോ നമ്മളവരെ പഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഒരുങ്ങും പോലെ ഒരുങ്ങിയാൽ പോരല്ലോ അവർക്ക്. നമുക്ക് ഒരു തുണിയം കൊടുത്ത് ഒരു ഷർട്ട് ഇട്ടാ കഴിഞ്ഞില്ലേ? ഒരു 5-10 മിനിറ്റ് നമ്മളവരെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുടു സുബ്ഹാനല്ലാഹ്. അവരതൊക്കെ ഒന്ന് ഒരുങ്ങി റെഡിയാക്കി സെറ്റപ്പായി വരണ്ടേ? കുറച്ച് നേരം ഒന്ന് സഹിക്കാം. ഈ കുട്ടികൾക്കൊക്കെ അവർ മാറ്റി കൊടുക്കുക. ഒരു കുട്ടിക്ക് പോലും നമ്മൾ ചെരുപ്പിട്ട് കൊടുക്കൂല. അപ്പൊ ആ ചെരുപ്പിട്ട് കൊടുത്ത് ആ കുട്ടിക്ക് വേണ്ട പാൻറ് ധരിപ്പിച്ച്, വസ്ത്രം ധരിപ്പിച്ച്, അതിന്റെ മുടിയൊക്കെ ഒന്ന് ചീകി, എണ്ണയൊക്കെ ഒന്ന് തേച്ച്, പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സമയം വേണ്ടേ? അപ്പൊ ഒരു 5-10 മിനിറ്റ് കാത്തുന്നൂടെ? സഹിക്കണം. സഹിക്കേണ്ടിടത്തെല്ലാം സഹിക്കണം. നിങ്ങളിൽ 2 സ്വഭാവമുണ്ട് എന്ന് മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അതിൽ ഒരു സ്വഭാവമാണ് അൽ ഹിൽം, സഹന സ്വഭാവം. സഹനം പാലിക്കുക, സഹിക്കുക. പലയിടത്തും ആ സ്വഭാവം സ്വീകരിക്കുന്നത് കൊണ്ട് വലിയ നേട്ടമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര വലിയ മഹത്വങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചത്. സഹിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തിയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് അങ്ങനെ ചീത്ത പറയുന്നു. എന്ത് ചീത്ത? ചെറിയ ചീത്തയൊന്നുമല്ല, ചീത്ത അങ്ങനെ പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹനത്തോടെ ഒന്നും മിണ്ടാതെ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു. മഹാനവർകൾ മറുപടി പറയാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മറുപടി ഇങ്ങനെ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ ഇതെന്താ പരിപാടി? അദ്ദേഹം എന്നെ ചീത്ത ഇങ്ങനെ പറയുമ്പോ ഞാൻ മിണ്ടാതിരുന്നപ്പോ തങ്ങളും അങ്ങനെ മിണ്ടാതിരുന്നു. ഇപ്പൊ ഞാനൊന്ന് മറുപടി പറഞ്ഞ് തുടങ്ങിയപ്പോ തങ്ങൾ എഴുന്നേറ്റ് ഒറ്റ പോക്ക് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് അവിടെ നിർത്തിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ പോയിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആ മനുഷ്യൻ എന്നെ പറഞ്ഞത് തങ്ങൾ കേട്ടില്ലേ? പക്ഷേ ഞാനൊന്നും പറയാതിരുന്നപ്പോ തങ്ങളും അവിടെ ഇരുന്നല്ലോ. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ തങ്ങൾ എഴുന്നേറ്റല്ലോ. സിദ്ദീഖേ, നിങ്ങൾ പറയാതിരുന്നപ്പോ നിങ്ങൾ ആ സഹന സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്നൊരു മലക്കിനെ നിങ്ങളെ തലക്ക് മീതെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. നല്ല സഹനത്തോടെ നിങ്ങൾ ക്ഷമിച്ചിരിക്കുമ്പോ നിങ്ങൾ പറയേണ്ടതിന് പകരം മറുപടി ആ മലക്ക് പറയുന്നുണ്ട്. നിങ്ങളങ്ങ് പറയാൻ തുടങ്ങിയപ്പോ പിന്നെ മലക്കങ്ങ് മാറി. അപ്പൊ ഞാനും എഴുന്നേറ്റങ്ങ് നടന്നു. അങ്ങനെയാണോ നബിയേ? എന്നാൽ ഇനി പറയേണ്ടതില്ല, മറുപടി പറയേണ്ടതില്ല. പലപ്പോഴും പലരും മറുപടി പറയാതെ ക്ഷമിച്ച് സഹിച്ചു നിന്നത് അതുകൊണ്ടല്ലേ. പറഞ്ഞ മറുപടി ഇനി മേലാൽ പറയാതിരിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ച ഏറ്റവും നല്ല സ്വഭാവമാണ് സഹന സ്വഭാവം. സഹോദരങ്ങളെ, സഹിക്കേണ്ട പലയിടങ്ങളും ജീവിതത്തിലുണ്ട്. അവിടെയെല്ലാം സഹിക്കണം. മക്കള് നന്നായി വളരുന്നതിന് ബാപ്പമാരും ഉമ്മമാരും നല്ലോണം സഹിക്കണം. ക്ഷമിച്ച് സഹനത്തോടെ തരണം ചെയ്യണം. എല്ലാ മക്കളും ഒരുപോലെയായിരിക്കില്ല. പക്ഷേ മക്കളിൽ എന്തെങ്കിലും വൃത്തികേട് കണ്ടാൽ ഉടനെ ആക്ഷേപിക്കരുത്, അത് ദുസ്വഭാവമാണ്. ഉടനെ കേടായി പ്രാർത്ഥിക്കരുത്, അത് സഹനത്തിന്റെ കുറവാണ്. നല്ലോണം സഹിക്കണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം അവര് സഹിച്ചത് എത്ര വർഷമാണ്? 10 മക്കളെ സഹിച്ചത് 80 വർഷമാണ്. 1-2 വർഷമല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട മോന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അടർത്തിയെടുത്തു കൊണ്ടുപോയ മക്കൾ ബാപ്പയോട് വന്നിട്ട് ശുദ്ധമായ കളവല്ലേ അവര് പറഞ്ഞത്? കരഞ്ഞിട്ടാണ് പറഞ്ഞത്, കളവാണ് പറഞ്ഞത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു. മഹാനവറുകൾ സ്വീകരിച്ചത് ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ നന്നാവൂല എന്നല്ല പറഞ്ഞേ. നമ്മളെ നാവുന്ന് പലരെയും നാവുന്ന് പെട്ടെന്ന് വരുന്നു, ഈ നന്നാവൂലടാ, ഈ കുരുത്തം കൂടെ പറയരുത്. ആ വാക്ക് പറയരുത്, ഒരിക്കലും പറയരുത്. ഒരു ബാപ്പ അങ്ങനെ പറഞ്ഞപ്പോ ആ ബാപ്പ നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങളെ മോനല്ലേ,
ഉസ്താദ് എൻ്റെ മോനായിട്ട് അവൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ അങ്ങനെ പറയല്ലേ, കുറച്ച് ഡേഞ്ചറാണ് ആ വാക്ക്, അങ്ങനെ പറയാൻ പാടില്ല. പകരം തിരിച്ച് മാപ്പ് കൊടുത്ത് നന്നാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വേർക്കേണ്ടത്. ഇത്രയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ ആ 10 മക്കളും കൂടി ചെയ്തത്. 16-ാമത്തെ വയസ്സിലല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അടർത്തിയെടുത്ത് കൊണ്ടുപോയത്. ഉപ്പ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം കൊണ്ടുപോകുന്ന ഉപ്പയുടെ മനസ്സിൽ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ എത്രമാത്രം സങ്കടങ്ങൾ വന്നിട്ടുണ്ടാകും, വിഷമങ്ങൾ. പക്ഷേ മഹാനവറുകൾ പറഞ്ഞ മറുപടി ഫസബറുൻ ജമീൽ ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നുന്നത് നിങ്ങൾ ചെയ്തു. ഫസബറുൻ ജമീൽ, ഞാൻ നല്ല ക്ഷമ പാലിക്കുകയാണ്. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. സഹിച്ച് ക്ഷമിച്ച്. ഒരിക്കൽ മാത്രമാണോ കളവ് പറഞ്ഞത്? അല്ല. പലപ്പോഴും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി അന്വേഷിക്കാൻ പറയുമ്പോൾ എത്ര കാലമായി ബാപ്പ, മരിച്ചുപോയ ഒരു യൂസുഫ് നബിയെ പറ്റിയിട്ട്, കാണാതായിപ്പോയ ആളെ പറ്റിയിട്ട് ഇങ്ങനെ കരഞ്ഞ് 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 ഹത്താ തകൂന ഹറലൻ ഔ തകൂന മിനൽ ഹാലിക്കീൻ. എന്തൊരു കരച്ചിലാ നിങ്ങൾ കരയുന്നത്. ഈ കരയുന്നത് കൊണ്ട് ഒരു പക്ഷേ വലിയ നാശവും വലിയ ബുദ്ധിമുട്ടും വന്നേക്കും, വല്ലാത്ത വിഷമങ്ങൾ നിങ്ങൾക്ക് വന്നേക്കും എന്നൊക്കെ മക്കൾ പറഞ്ഞു. സഹോദരങ്ങളെ, അപ്പോഴും പിന്നീട് ബിന്യാമീൻ എന്ന് പറയുന്ന കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോഴും അപ്പോഴും ആ മക്കളെ ആക്ഷേപിക്കാൻ നിന്നില്ല, ചീത്ത പറയാനോ എതിർത്ത് ദ്വാരക്കാനോ നിന്നില്ല. രക്ഷിതാക്കളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ സ്വഭാവത്തിൽ നല്ല സഹന സ്വഭാവം സ്വീകരിക്കണം. വികൃതികൾ ചില കുട്ടികൾക്ക് ചില കുട്ടികളെക്കാൾ അധികമായി വരും. അവർ നന്നാകാൻ വേണ്ടി ഇഖ്ലാസോടെ ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഖൽബിൽ നിന്ന് ഇഖ്ലാസിൽ മുറ്റിയ ദുആ അല്ലാഹു അങ്ങ് സ്വീകരിക്കുമ്പോ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരിക്കലും നിരാശ വേണ്ട. ഇത്ര വർഷക്കാലം നുണ പറഞ്ഞും ഇത്ര വർഷക്കാലം വിഷമങ്ങൾ നടത്തിയ മക്കളോട് ബാപ്പക്ക് സ്നേഹത്തിനൊരു കുറവും ഇല്ല, സഹകരണത്തിനൊരു കുറവും ഇല്ല. നിങ്ങൾ കണ്ടില്ലേ, 11 മക്കൾ കൂടിയിട്ട് മിസ്റിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഒന്നാമത്തെ ഘട്ടത്തിൽ 10 ആളാണ് പോയത്. രണ്ടാമത്തെ ഘട്ടത്തിൽ ബിന്യാമീനെയും കൂട്ടി പോകുമ്പോ മക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് ബാപ്പാന്റെ ഒരു സ്നേഹോപദേശം, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. മക്കളെ, നിങ്ങൾ എല്ലാവരും ഒരേ മുഖച്ഛായ ഉള്ളവരാണ്. കണ്ടാലൊക്കെ ഒരു ബാപ്പാന്റെ മക്കളാണ്, ഒരു ഉമ്മാന്റെ മക്കളാണ് എന്ന് ആരും പറയും. മുഖസാദൃശ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ വാതിലൂടെ നിങ്ങൾ പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. വ്യത്യസ്ത ഗേറ്റിലൂടെ നിങ്ങൾ കടക്കണം. ഒരേ വാതിലൂടെ കടക്കുമ്പോ കാണുന്ന ആരെങ്കിലും ഇതൊക്കെ കൂടെ ഒരു വീട്ടിൽ കൊണ്ടുപോകുന്നത് എന്നൊന്ന് പറഞ്ഞിട്ട് കണ്ണേറ് പറ്റിക്കരുത്. കണ്ണുകൊണ്ട് പറഞ്ഞിട്ട് നാവ് കൊണ്ട് എറിഞ്ഞു പോകരുത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. കണ്ണോട് ഇങ്ങനെ നോക്കിയിട്ട് നാവോണ്ടൊരു ഏറുണ്ട്, അത് രണ്ടും കൂട്ടിയിട്ടാണ് കണ്ണേറ് എന്ന് ജമ്മാക്കി പറഞ്ഞത്. സഹോദരങ്ങളെ, ആ രീതിയിൽ ഒരു വിഷമം വരാതിരിക്കാൻ മക്കളെ ഉപദേശിക്കുന്നു. എന്തൊരു സ്നേഹത്തിന്റെ ഉപദേശം! ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. സ്വന്തം മകനെ കൊണ്ടുപോയി കളഞ്ഞ മക്കളാണെങ്കിലും സ്നേഹത്തിന് കുറവില്ല, വാത്സല്യത്തിന് കുറവില്ല. നല്ല സ്നേഹത്തോടെയല്ലേ ഉപദേശിച്ചത്. തെറ്റുകുറ്റങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് മക്കള് വന്നിട്ട് വാപ്പയുടെ മുന്നില്, ഉപ്പാ ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു, ചെയ്തതും പറഞ്ഞതും ഒക്കെ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു എന്ന് തുറന്നു പറഞ്ഞപ്പോ, അത് ശരി, നിങ്ങൾക്ക് ഇപ്പോഴാ ബോധ്യപ്പെട്ടതില്ലേ? 10-25 വർഷം മുമ്പ്, 80 വർഷം മുമ്പ് ഞാനത് പറഞ്ഞിട്ട് ബോധ്യപ്പെട്ടില്ലായിരുന്നു. ഇപ്പോഴാ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതില്ലേ? എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ നടന്നോ? നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാനൊന്നും ആകൂല എന്നല്ല വാപ്പ പറഞ്ഞത്. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. കണ്ടാ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. സൗഫ, ഇപ്പോഴല്ല, പിന്നൊരു സമയത്ത്. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് എന്ന് പറഞ്ഞ സമയം വഖ്തു സഹർ, അത്താഴത്തിന്റെ നേരമാണ്. ദ്വാരക്കാൻ ഏറ്റവും നല്ല നേരമാണല്ലോ അത്താഴത്തിന്റെ നേരം. അത്താഴ നേരമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം തെരഞ്ഞെടുത്ത നേരം.
നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു കൂടുതൽ പൊറുക്കുന്നവനും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ്. ബാപ്പാര് സഹിക്കണം, ഉമ്മാര് സഹിക്കണം. നിങ്ങളാരും ചിന്തിക്കുന്നത് എന്താ മൊയിലേര് ഇങ്ങനെ വേദറിന്, നമ്മൾ സഹിക്കണം, ജീവിതത്തിൽ സഹിക്കേണ്ടത് സഹിക്കണം. അവിടെ നമ്മൾ ഇടങ്ങേറുണ്ടാക്കരുത്. ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു പ്രയോഗവും നടത്തരുത്, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല. ഇടങ്ങേറുണ്ടാകണ ഒരു ദ്വയ നടത്തരുത്, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല. പിന്നെ അതിൻ്റെ ആ വിഷമങ്ങൾ നമ്മൾ അങ്ങനെ അനുഭവിക്കുന്ന വേണ്ടി വരും. അനുകൂലമായിട്ട് ദ്വാരക്കണം, അനുകൂലമായിട്ട്. വലാ തദഉ വലാ ഔലാദിക്കും, മക്കൾക്ക് പ്രതികൂലമായി ദ്വാരക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേടായി ദ്വാരക്കരുത്. എത്ര കുരുത്തക്കേട് കാണിച്ചാലും കേടായി ദ്വാരക്കരുത്. അതിൻ്റെ അർത്ഥം കുരുത്തക്കേട് കാണിക്കാന്നല്ല കേട്ടോ. കുരുത്തക്കേട് കാണിച്ചാലും ബാപ്പാരുമാരും സ്വീകരിക്കേണ്ട സ്വഭാവം അങ്ങനെയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റു, അത്തായ നേരത്തെ എഴുന്നേറ്റു. വെള്ളിയാഴ്ച രാത്രി സഹോദരങ്ങളെ, മക്കളെ 10 പേരെയും വിളിച്ചുണർത്തി. ആ മക്കളുടെ വൈകല്യങ്ങളൊക്കെ മാപ്പ് ചെയ്ത് കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഖുർആൻ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് ആ മക്കളോടൊപ്പം മിസ്റിലെ കൊട്ടാരത്തിൽ 25 വർഷക്കാലം യാക്കൂബ് നബി അലൈഹിസ്സലാം താമസിച്ചിട്ടുണ്ട്. ആ 10 മക്കളെയും അല്ലാഹു തആല ഔലിയാക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സ്വഭാവങ്ങൾ നന്നായി, അവരെ സംസ്കാരങ്ങൾ മാറി, അവരെ രൂപഭാവങ്ങളും ഇടപഴകലും ഇടപാടുകളും ഒക്കെ മാറി. ഏറ്റവും നല്ല അനുസരണവും നല്ല തഖ്വയും നല്ല ഇഖ്ലാസുമുള്ള മക്കളായി മാറി. ഉപ്പയുടെ ദുആ അതിനേറ്റവും പ്രധാനപ്പെട്ട ഒരു സബബാണ്. ഉപ്പമാരെ, ഉമ്മമാരെ, അർദ്ധരാത്രി എഴുന്നേറ്റ് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് മക്കൾ നന്നായി കിട്ടാൻ ഖുർആൻ തന്നെ പഠിപ്പിച്ച ദുആയില്ലേ, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. സൂറത്തുൽ അഹ്ഖാഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്ന ദുആ 40 കഴിഞ്ഞ ഓരോരുത്തരും ദുആർക്കേണ്ട ദുആയാണ്. ഏറ്റവും മഹത്വമുള്ള ദുആ. അതിലൊരു കാര്യവും പറയാത്തതില്ല. മാതാപിതാക്കൾക്കും എനിക്കും നീ എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു അല്ലാഹ്, എണ്ണിയാൽ അത് തീർക്കാൻ കഴിയില്ല. ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യാനുള്ള അവസരം, അതിനുള്ള ചാൻസ് നീ എനിക്ക് ഒരുക്കി തരണേ അല്ലാഹ്. അത് മാത്രം പോരാ, വഅൻ അഅമല സ്വാലിഹൻ തർല്ലാഹ്, നീ തൃപ്തിപ്പെടുന്ന നല്ല സുഹൃതങ്ങൾ ചെയ്യാനുള്ള അവസരവും എനിക്ക് തരണം. അതുമാത്രം പോരാ, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നീ നല്ല അവസ്ഥയുണ്ടാക്കി തരണം. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം. അവരെ സ്വഭാവം നന്നാക്കണം. അവരുടെ ഇൽമിൽ ബറക്കത്ത് നൽകണം. എല്ലാം ഒരൊറ്റ വാക്കിൽ ഉൾപ്പെട്ടു, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ മക്കളിൽ എനിക്ക് നീ ഗുണം തരണേ അല്ലാഹ്. വളരെ ശ്രേഷ്ഠമായ ഈ ദുആ നമ്മൾ ദുആർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. അല്ലാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ദുആയാണ്. ഇരിക്കട്ടെ, യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ ദുആ ചെയ്ത ദുആ അല്ലാഹു തആല സ്വീകരിച്ചപ്പോ പിന്നെ ജീവിതത്തിൽ ഒരൊറ്റ വെള്ളിയാഴ്ച രാവും മഹാനവറുകൾ വിട്ടേച്ചിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ച രാവും അത്താഴത്തിന്റെ നേരത്ത് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ടതാ നല്ല ദുആ നടത്തും. ആദ്യ രാത്രി എഴുന്നേറ്റപ്പോ മക്കളെയും കൂട്ടി വിളിച്ചുണർത്തിരുന്നു. ഉപ്പ ദുആർക്കുമ്പോ 10 മക്കളും പിറകിൽ നിന്ന് പറയുന്നുണ്ട് ആമീൻ ആമീൻ ആമീൻ. അവരെയും കൂട്ടി ദുആ ചെയ്തു യാക്കൂബ് നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, എത്രമാത്രം സഹിച്ചു. ചെറിയൊരു സഹനമല്ലല്ലോ സഹിച്ചത്. ഉമ്മമാരെ സഹിക്കണം, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് വേണ്ടി സഹിക്കണം. നല്ല കഴിവുള്ള ഭർത്താവ്, നല്ല സമ്പന്നനായ ഭർത്താവ്, പെട്ടെന്നത് അയാൾക്കൊരസുഖം ബാധിച്ച് അയാൾ അസുഖത്തിന്റെ ചികിത്സക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ പകുതിയും 3/4 ഭാഗവും വിറ്റുപോയപ്പോ
കൂടെ താമസിക്കുന്ന ഭാര്യ കയ്യൊഴിച്ചു പോകരുത്. നല്ല സഹനത്തോടെ കൂടെ നിൽക്കണം. ആര് സഹിച്ചതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചില്ലേ? റഹ്മത്ത് ബിൻത് അഫ്റാസീം ഇബ്നു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ റഹ്മത്ത് ബീവി. ആ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചതുപോലെ കുടുംബക്കാര് മുഴുവനും ഒഴിവായിട്ടും റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ ഒഴിവായില്ല. പലരും സന്ദർശനം നിർത്തിവെച്ചിട്ടും റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ കൂടെ തന്നെ നിന്നു. നല്ലവണ്ണം സഹിച്ചു നിന്നു, ക്ഷമിച്ചു നിന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ അള്ളാഹുവിനോടൊന്നും ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് അള്ളാഹു തന്ന പരീക്ഷണങ്ങളിൽ നിങ്ങൾ തൃപ്തനാണ്. ആ പരീക്ഷണങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും നിങ്ങൾ സന്നദ്ധതയുള്ള ആളാണ്. ഒന്ന് പറഞ്ഞൂടെ അള്ളാഹുവിനോട്? അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഉത്തരം തരുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് മഹാൻ പറഞ്ഞത്, റബ്ബി അന്നീ മസ്സനിയല്ലുറു വ അൻത അർഹമുർ റാഹിമീൻ. ചെറിയൊരു വിഷമം വന്നിട്ടുണ്ട് അല്ലാ, നീ അർഹമുർ റാഹിമീനാണല്ലോ, നീ വലിയ കാരുണ്യം ചെയ്യുന്നവനാണല്ലോ. റബ്ബ് തആല മറുപടി കൊടുത്തു, നിങ്ങൾക്കുള്ള വിഷമാവസ്ഥകളൊക്കെ മാറാൻ ഉർക്കുദ് ബിരിജിലിക, കാലുകൊണ്ടൊന്ന് നിലത്ത് ചവിട്ടണം. ചവിട്ടുമ്പോ നല്ല നീരുറവ പൊട്ടി ഒഴുകും. ആ വെള്ളം എടുത്ത് നിങ്ങൾ ശരീരത്തിലൊന്നൊഴിക്കണം. ദേഹത്തിലൊഴിക്കുമ്പോ രോഗാണുക്കൾ മുഴുവനും മാറിക്കിട്ടും, പാടുകൾ വരെ നീങ്ങിക്കിട്ടും, പഴയ സൗന്ദര്യത്തെക്കാളും നല്ല സൗന്ദര്യം കിട്ടും. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോടൊപ്പം ക്ഷമയോടെ വർത്തിച്ച റഹ്മത്ത് ബിൻത് അഫ്റാസീം. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സഹനത്തിന് വലിയമായി പിന്നത് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകും. അത് പരിഗണിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടത് പരിഹരിച്ചാൽ വീണ്ടും അതിലേക്ക് താല്പര്യവും തൗഫീഖും വരും. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്, രാത്രി സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സുഹൃതങ്ങൾ പിറ്റേന്ന് ളുഹറിന്റെയും ളുഹാ സമയത്തിന്റെയും ഉള്ളില് മടക്കിയെടുക്കുന്നത്, പരിഹരിക്കുന്നത് നല്ലതാണ്. അവിടെയാണ് അവർ തെളിവായി കൊണ്ടുവരുന്നത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പതിവങ്ങനെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ മഹദി അത് മടക്കിയെടുക്കാറുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയൊത്ത ഭാഗമായി മാറണം, നമ്മുടെ ജീവിതത്തിന്റെ കാർക്കശ്യമായി മാറണം. ഒന്നും രണ്ടും സ്വഭാവങ്ങളും സുഹൃതങ്ങളുമല്ല, പരിശുദ്ധ ഖുർആന് ധാരാളം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സുഹൃതങ്ങൾ അങ്ങനെ പതിവായി ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സന്തോഷം വരുന്ന നേരം എപ്പോഴാണെന്നറിയുമോ? ഉമ്മമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒറ്റക്ക് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്. കൂടെ വന്ന് കിടക്കാൻ മക്കൾ ഒരു നിലക്കും ഒരുക്കമാകൂല, കൂട്ടുകാരൊരു നിലക്കും അവിടെ സമ്മതിക്കൂല, ആരും അതിന് തയ്യാറാകൂല. ആ ഒറ്റക്ക് കിടക്കുന്ന കേന്ദ്രത്തില് ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്നത് എന്നും കൂടെ കൊണ്ട് നടക്കുന്ന അമലാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്ന ഒരു ഹദീസ് കാണാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. ഖുർആനോത്ത് നടക്കുന്ന വീട്, നമ്മളെ വീടുകളൊക്കെ എന്നും ഖുർആനോത്ത് നടക്കുന്ന വീടുകളാകണം. മരിക്കുന്ന സമയത്ത് മാത്രം ഖുർആനോത്ത് നടന്നാ പോരാ, എന്നും ഖുർആനോത്ത് വീട്ടിൽ നടക്കണം. അത് വലിയ റഹ്മത്തിനും ബറക്കത്തിനും കാരണമാണ്, വലിയ ശിഫായിനും ആഫിയത്തിനും കാരണമാണ്. ഖുർആനോത്ത് നടക്കുന്ന വീട് അലൈഹി ഖൈമത്തും മിൻ നൂർ. ആ വീട്ടിൽ ഒരു വെളിച്ചത്തിന്റെ, ഒരു പ്രകാശത്തിന്റെ ഖൈമയുണ്ട്. യഖ്തദി ബിഹാ അഹ്ലുസ്സമാ. ആ ഖൈമയോട് അനുകരിക്കുന്നത് ആകാശലോകത്തുള്ള ആളുകളാണ്. മലക്കുകളില്ലേ ആകാശലോകത്ത്? എണ്ണം നിർണയിക്കാൻ കഴിയാത്ത അത്രയും ഇല്ലേ? കമാ യഖ്തദി ബിൽ കൗകബിദ്ദുദ്ദി ഫീ ലുജജിൽ ബിഹാർ.
വഫിൽ അർളിൽ ഖഫരി, പ്രകാശിക്കുന്ന നക്ഷത്രത്തെ നോക്കിയിട്ട് ആഴക്കടലിലുള്ള മത്സ്യങ്ങളും മറ്റുമൊക്കെ സഞ്ചരിക്കുന്നത് പോലെ മരുഭൂമിയിൽ അടയാളമില്ലാത്ത ഭൂമിയിൽ നക്ഷത്രത്തെ അടയാളം വെച്ച് ആളുകൾ സഞ്ചരിക്കും പോലെ, അനുകരിക്കും പോലെ ഈ ഖുർആൻ ഓതുന്ന വീടിന്റെ മുകൾ ഭാഗത്ത് പ്രകാശത്താലുള്ള നല്ലൊരു ഹൈമയുണ്ട്. യഖ്തദീ ബിഹാ അഹ്ലുസ്സമാ, ആകാശ ലോകത്തുള്ളവര് ആ ഹൈമയെ പിന്തുടരുന്നു. ഫഇദാ മാത സ്വാഹിബുൽ ഖുർആൻ, ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന ആള് മരണപ്പെട്ടു പോയാൽ റുഫിഅത്തിൽ കൽ ഖൈമതു, ആ വീടിന്റെ മേലെയുള്ള ഖൈമ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണുന്ന ഖൈമയല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹിച്ച പ്രകാശത്തിന്റെ ഒരു ഖൈമയുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഖുർആൻ ഓതുന്ന വീട്ടിലേക്ക് വരുന്നത് മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിലല്ല, മറ്റൊരു വിളക്കിന്റെ പ്രകാശത്തിന്റെ രൂപത്തിൽ മഹാന്മാർ പലരും കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു രൂപം കണ്ടത് സുബ്ഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ ഞാൻ അങ്ങനെ ഖുർആൻ ഓതി, സൂറത്തുൽ കഹ്ഫാണ് ഓതിയതെന്നും സൂറത്തുൽ ബഖറയാണ് ഓതിയതെന്നും ഒക്കെ റിപ്പോർട്ടിൽ കാണാം. ഓതുമ്പോ ഓതിക്കഴിഞ്ഞ് 3 പ്രാവശ്യം ഓതിയിട്ട് ഞാൻ ഓത്ത് നിർത്തിയ രൂപത്തിൽ ഇനി ഓതുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് ഞാനിങ്ങനെ വരുമ്പോൾ വീടിന്റെ മേൽഭാഗത്തേക്ക് നോക്കുമ്പോൾ മേൽഭാഗത്തുണ്ട് ഒരു മേഘം, മേഘത്തിലുണ്ട് അംസാലുൽ മസാബി, ഒരുപാട് വിളക്കുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നു. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തിൽക്കൽ മലായിക, അത് മലക്കുകളാണ് ആ കണ്ട പ്രകാശങ്ങൾ വെളിച്ചങ്ങളൊക്കെ. ധനത്തിൽ സൗത്തിക്ക, നിങ്ങൾ ഖുർആൻ ഓതുന്ന സുന്ദരമായ ശബ്ദം കേട്ടിട്ട് മലക്കുകൾ ഇറങ്ങി വന്നതാണ്. വലൗ ഖറഅത അസ്ബഹത യൻദുറു നാസു ഇലൈഹാ ലാ തതവാറ അൻഹും, നേരം വെളുക്കും വരെ നിങ്ങൾ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ ആളുകൾക്കൊക്കെ കാണാമായിരുന്നു ആ വിളക്ക്, ആ പ്രകാശമൊക്കെ. നിങ്ങൾ ഓത്ത് നിർത്തിയപ്പോ പിന്നെ അവർ ഉയർന്നുപോയി. ഖുർആനെന്നും ഓതുന്ന വീട്ടിലെ ഖുർആൻ ഓതുന്ന ആള് മരണപ്പെട്ടാൽ പ്രകാശത്തിന്റെ ഹൈമയെ ഉയർത്തപ്പെടുന്നു. ഫതൻദുറുൽ മലായികതു മിനസ് സമാ, മേൽഭാഗത്തുനിന്ന് മലക്കുകൾ താഴ്ഭാഗത്തേക്ക് നോക്കുന്നു. ഫലാ യറൗന ദാലിക നൂർ, എന്നും കാണുന്ന ആ പ്രകാശം അവർ കാണുന്നില്ല. അപ്പൊ മേൽഭാഗത്തുള്ള മലക്കുകൾ ചോദിക്കുന്നു, എന്താണ് അവിടെ പ്രകാശത്തിന്റെ ഒരു ഹൈമയുണ്ടായിരുന്നല്ലോ ഇന്നലെ, അതിന്റെ തലേ ദിവസം അതിന്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. വേറെ ചില മലക്കുകൾ പറയുന്നു, ഖുർആൻ ഓതുന്ന ആളെ കൊണ്ടാണ് ആ ഹൈമയുണ്ടായിരുന്നത്, ഖുർആൻ ഓതുന്ന ആള് മരണപ്പെട്ടു പോയി. അങ്ങനെയാണ് എന്ന് പറയുമ്പോ മലക്കുകൾ അതാ ഓരോ ആകാശങ്ങളിലും ചുറ്റിക്കറങ്ങുന്നു. ഫതുസല്ലിൽ മലായികതു അലാ റൂഹിഹി ഫിൽ അർവാഹ്, അർവാഹുകളുടെ കൂട്ടത്തിൽ ഈ ഖുർആൻ ഓതുന്ന വ്യക്തിയുടെ അർവാഹ്, ആ അർവാഹിന് വേണ്ടി മലക്കുകൾ പ്രത്യേകം ദുആ ചെയ്യുന്നു. ثم تستغفر له الى يوم يبعث, പുനരുദ്ധാരണ ദിവസം വരെ ആ വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വമാ മിൻ റജുലിൻ തഅല്ലമ കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഏതൊരു വ്യക്തിയും സുമ്മ സല്ലാ സഅതൻ മിൻ ലൈൽ, രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരവും ആ ഖുർആനോത്തും ആ മനുഷ്യൻ ഏറ്റവും വലിയ സന്തോഷമാകും. ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജാഅൽ ഖുർആനു ഫീ സൂറത്തിൻ ഹസനത്തിൻ ജമീലാ, നല്ല ഭംഗിയുള്ളൊരു രൂപത്തിൽ ഖുർആൻ അതാ അവന്റെ തജ്ഹീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടത്തേക്ക് ഖുർആൻ വരുന്നു. ഫവഖഫ ഇൻദ റഅസിഹി, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ തലഭാഗത്ത് നിൽക്കുന്നു. ഹത്താ യുദ്റജ ഫീ അക്ഫാനിഹി, അവന്റെ കഫംബുടയിലേക്ക് ആ രൂപം പ്രവേശിക്കുന്നു. ഫയകൂനുൽ ഖുർആനു അലാ സദ്രിഹി ദൂനൽ കഫൻ, കഫന്റെ മറ്റൊരു ഭാഗത്തായിട്ട്, നെഞ്ചിന്റെ ഒരു ഭാഗത്തായിട്ട് ഖുർആൻ രൂപം പ്രാപിച്ചു വന്ന ഖുർആൻ നിൽക്കുന്നു. ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മണ്ണിട്ട് സമമാക്കിയിട്ട് ആളുകളൊക്കെ പിരിഞ്ഞു പോന്നാൽ അതാഹു മുൻകറുൻ വനകീർ, മുൻകർ നകീർ അലൈഹിമുസ്സലാം അവിടെ വരും. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദ്യങ്ങൾ ആരംഭിക്കാൻ നോക്കുമ്പോ ഫയജീഉൽ ഖുർആനു ഹത്താ യകൂന ബൈനഹു വബൈനഹുമാ,
മുൻകർ നക്കീർ അലൈഹിമസ്സലാം ഒരു ഭാഗത്ത്, അതേ ചോദ്യം ഉത്തരം പറയാൻ നിൽക്കുന്ന ഖബറാൾ ഒരു ഭാഗത്ത്, അവർക്ക് മറ്റൊരു ഭാഗത്തായി രൂപം പ്രാപിച്ചു വന്ന ഖുർആനുണ്ട്. ഖുർആൻ ചോദിക്കും ഈ രൂപം പ്രാപിച്ചു വന്ന ആളോട്, നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഈ വ്യക്തിയോട് നമുക്ക് ചിലത് ചോദിക്കാനുണ്ട്. അതേ ചോദിക്കാനുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ അതിന് തകരാറൊന്നും ആക്കുന്നില്ല. ഫഇന്നീ ലസ്തു ഉഫാരിഖുഹു ഹത്താ ഉദ്ഖിലഹുൽ ജന്ന. ഞാൻ എപ്പോഴും ഈ കൂട്ടുകാരന്റെ കൂടെയുണ്ടാകും, വിട്ടുപിരിയാതെ കൂടെയുണ്ടാകും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ എന്നും കൂടെയുണ്ടാകും. എന്റെ കൂടെ പിടിച്ചാണ് നാട്ടിൽ അവൻ ഖുർആൻ ഓതിയത്, എന്നും എന്നെ മറിച്ച് ഖുർആൻ ഓതുന്ന വ്യക്തിയല്ലേ, ആണല്ലേ പെണ്ണല്ലേ. ഇവിടെ മാത്രമല്ല, പരലോകത്തും ഞാൻ കൂടെയുണ്ടാകും. സ്വർഗത്തിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ട്. പിന്നെ ഖബറാളിയിലേക്ക് ഖുർആൻ നോക്കുന്നു, എന്നിട്ട് പറയുന്നു, അനൽ ഖുർആനുല്ലദീ കുന്തു തജ്ഹറു ബി തുഖ്ഫീനി വതുഹ്ബി തുജ്ബുനി. ഞാൻ ഖുർആനാണ്, നീ ഉറക്ക ഓതിയിരുന്ന പതുക്കെ ഓതിയിരുന്ന ഖുർആൻ ഞാനാണ്. ഫാന ഹബീബുക, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, നിന്റെ സുഹൃത്താണ്, നിന്നെ ഒരിക്കലും വിട്ടുപിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും നിന്റെ കൂടെയുണ്ട്, നിനക്ക് എല്ലാ സന്തോഷത്തിനും കൂടെയുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലെത്തുമ്പോഴും കൂടെ ഖുർആൻ രൂപം പ്രാപിച്ചുണ്ട്. മുഅ്മിനീങ്ങളെ, നിത്യജീവിതത്തിൽ ഖുർആനോത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യന് ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന ഖബറിലും ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിലും എല്ലാ സന്ദർഭങ്ങളിലും ഖുർആൻ അവർക്ക് തുണയാകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന അമലുകൾ ഒന്നും മോശം വരാത്ത രൂപത്തില്, കുറവ് വരാത്ത രൂപത്തില് നിത്യജീവിതത്തിൽ പതിവാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു, ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ഒറ്റക്കാര്യം കൂടി പറയട്ടെ, സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കുന്ന സുന്നത്തുകൾ എപ്പോഴും അത് ശ്രദ്ധയോടെ പാലിക്കാനും മറ്റുള്ളവർക്ക് പകർത്തിക്കൊടുക്കാനും നമ്മൾ ശ്രദ്ധാലുക്കളാകണം. സുന്നത്തുകൾ കൂടുതലായി വർത്തിക്കുന്ന ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരാകണം. സാധാരണ ചെയ്യുന്ന അമലുകളിൽ കുളിയില്ലേ, അതുപോലെ തന്നെ സഹോദരങ്ങളെ ഭക്ഷണം കഴിക്കുക, യാത്ര ചെയ്യുക, കിടന്നുറങ്ങുക, വിസർജിക്കുക, ശുചീകരണം നടത്തുക തുടങ്ങി നിത്യജീവിതത്തിൽ ചെയ്യുന്ന അമലുകളിലൊക്കെ സുന്നത്തുകൾ വിട്ടുപോകാതെ സൂക്ഷിക്കുക. കുളിക്കാൻ നിൽക്കുന്ന ഞാനും നിങ്ങളും കുളിക്കുന്നതിന്റെ മുമ്പ് ഒരു കാമിലായ ഉളു എടുക്കണം. മിസ്വാക്കൊക്കെ ചെയ്ത നല്ലൊരു ഉളു എടുക്കണം. ഉളു എടുക്കാതെ ഒരിക്കലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കാറില്ല എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഒന്നങ്ങ് പോയിട്ട് ഷവറങ്ങ് തുറന്നിട്ട് മേലൊക്കൊന്ന് വെള്ളാക്കിയിട്ട് ഒന്ന് സോപ്പ് തേച്ചിട്ട് പിന്നെയും വെള്ളമാക്കിയിട്ട് ഒന്ന് തുടച്ചു പോരുന്നൊരു സ്വഭാവമാകരുത്. എങ്ങനെ കുളിക്കാൻ പറഞ്ഞോ അങ്ങനെ കുളിക്കണം. അതിന്റെ മുന്നോടിയായിട്ട് പറഞ്ഞ സുന്നത്തായ ഉളു എടുക്കണം. ആ കുളിക്ക് ശേഷമുള്ള ദുആ ഇരക്കണം. ഇതൊക്കെ സുന്നത്തുകളാണ്, ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഓതുന്ന നമ്മൾ എപ്പ ഖുർആൻ ഓത്ത് നിർത്തിയാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നൊരു ദുആയുണ്ട്, അത് ചെയ്യാൻ മറക്കരുത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅലൽ ഖുർആനൽ അളീമ റബീഅ ഖൽബി വനൂറ സ്വദരി വജലാ അഹ്സനി വദഹാബ ഹമ്മി വഗമ്മി. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ, നമ്മുടെ ഖൽബിൽ ഈമാനിന്റെ വെളിച്ചം കൂടുതലായി കിട്ടാൻ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിന്ന് കിട്ടാൻ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് അവയവങ്ങൾക്ക് അല്ലാഹു നൽകിയ ആരോഗ്യവും സന്തോഷവും നിലനിർത്തി കിട്ടാൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ദുആ. വിഷമാവസ്ഥകളും സങ്കടങ്ങളൊക്കെ നീങ്ങിയിട്ട് നല്ല
നല്ല റാഹത്തോടെ ഇബാദത്തിന് തൗഫീഖ് കിട്ടാൻ അർത്ഥവത്തായ ഈ ദുആ പാലിക്കുന്നതോടൊപ്പം എന്നും അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, സുന്നത്തുകൾ സൂക്ഷിച്ചു നടക്കുന്ന ആളുകൾ ജീവിതത്തിൽ എന്നും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട സുന്നത്തുകൾ അങ്ങനെ പാലിച്ചു കൊണ്ട് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് മരണാനന്തര ജീവിതത്തിൽ വലിയ സന്തോഷം അവർക്കുണ്ടായിത്തീരുമെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോ മഹാനവറുകൾ അവിടെ കൊണ്ടുവന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു നസ്ർ സ്വാഗി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ബാപ്പ നസ്ർ എന്നാണ് എന്റെ ഉപ്പാന്റെ പേര്, നസ്ർ റഹ്മത്തുള്ളാഹി അലൈഹി നസ്ർ സ്വാഗി. അദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, നാട്ടിലേതാള് മരണപ്പെട്ടാലും എന്റെ ഉപ്പ ജനാസ നിസ്കരിക്കാനും ജനാസയുടെ തജ്ഹീസിലും പങ്കെടുക്കുന്നതിൽ വലിയ ശ്രദ്ധയുള്ള ആളായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് ഖബർസ്ഥാനിലേക്ക് പോകും, എന്നിട്ട് ഖബർ മറമാടുന്നതിലും ശേഷമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ സംബന്ധിക്കും. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ, ഒരിക്കൽ ഞാനൊരു ജനാസയുടെ കൂടെ പോയി. ആ ജനാസ നിസ്കാരം കഴിഞ്ഞ് ആ മനുഷ്യനെ ഒരു ഖബറിലേക്ക് വെച്ചപ്പോ ഞാൻ കണ്ടു, ഖബറിലേക്ക് രണ്ടാളുകൾ ഖബറിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. എനിക്ക് പരിചയമില്ലാത്ത രണ്ട് രൂപങ്ങളാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഒരാള് പുറത്തേക്ക് വന്നു, പക്ഷേ ഒരാള് വന്നില്ല. ജനങ്ങൾ ഇനി ഉള്ളിൽ ആരും ഇല്ല എന്ന നിലക്ക് സാധാരണ ഖബറിന്റെ ഉള്ളിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ പുറത്തിറങ്ങിയല്ലോ എന്ന നിലക്ക് അവരതാ ഖബർ മൂടിയിട്ട് മണ്ണിട്ടു. ഞാൻ പലരോടും പറഞ്ഞു, ഉള്ളിൽ ഒരാളുണ്ടല്ലോ. രണ്ടാള് നേരത്തെ ഇറങ്ങിയതിൽ ഒരാളെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ആളുകൾ പറഞ്ഞു, ഉള്ളിൽ ആരും ഇല്ല. ഉള്ളിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് മണ്ണിട്ട് മൂടിയത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിലെ സംശയം നീങ്ങുന്നില്ല. ഞാൻ പിന്നെയും ഞാൻ പറഞ്ഞു, മാറഅയ്തു ഇല്ല സ്നൈൻ, രണ്ടാളെയാണല്ലോ ഞാൻ കണ്ടത്. ഖറജ വാഹിദുൻ വബഖിയൽ ആഖർ, ഒരാൾ അവിടെ തന്നെയുണ്ട്, ഒരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ ഖബറിന്റെ സമീപത്ത് അങ്ങനെ തന്നെ നിന്നു. കുറച്ചു നേരം നിന്നിട്ട് ഞാൻ കുറെ നേരം അതാ പിന്നെയും അവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ച് സൂറത്ത് യാസീനും തബാറക സൂറത്തും അങ്ങനെ ഓതി. പല തവണ ആവർത്തിച്ചു ഓതിയപ്പോ ഞാൻ പറഞ്ഞു അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഞാൻ കണ്ട വിഷയത്തെ പറ്റിയുള്ള രഹസ്യം എനിക്ക് നീ അറിയിച്ചു തരണേ അല്ലാ. എനിക്ക് മനസ്സിൽ പേടിയുണ്ട്. രണ്ടാള് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. പിന്നെ ഉള്ളിൽ നിന്ന് ഒരാളല്ലേ പുറത്ത് വന്നിട്ടുള്ളൂ. ഒരാൾ ഉള്ളിലുണ്ടല്ലോ ഇപ്പോഴും, അയാൾ പുറത്ത് വന്നിട്ടില്ലല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഖബർ പിളർന്നു, ഒരു വ്യക്തി പുറത്തേക്ക് വന്നു. അതേ രണ്ട് തവണ 3 തവണയായി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. 3ാമത്തെ തവണ വിളിച്ചപ്പോ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, അന്ത നസ്റു സ്വാഇഖ്, നിങ്ങളാണോ നസ്റു സ്വാഇഖ്? അതെ, ഞാൻ തന്നെയാണ് നസ്റു സ്വാഇഖ്. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതെ, എന്നെ അറിയുമോ? നിങ്ങളെ എനിക്കറിയില്ലല്ലോ. എന്നെ നിങ്ങൾക്കറിയുമോ? നിങ്ങളെ അറിയും, നിങ്ങൾ നസ്റാണ് എന്ന് എനിക്ക് ശരിക്കറിയും. ഞങ്ങൾ ആരാന്നറിയുമോ? നഹ്നു മലക്കാനി മിൻ മലായികത്തിർ റഹ്മ, റഹ്മത്തിന്റെ മലക്കുകളിൽപ്പെട്ട 2 മലക്കുകളാണ്. ഉക്കിൽനാ ബി അഹ്ലിസ് സുന്നാ, സുന്നത്ത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, അവരെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങള്. ഇദാ വുദിഉ ഫീ ഖുബൂരിഹിം, ഖബറിൽ അവരെ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ നസൽനാ, ഞങ്ങൾ ഖബറിലേക്ക് ഇറങ്ങി ചെല്ലും. ഹത്താ നുലഖിനുഹുൽ ഹുജ്ജാ, അവർക്ക് വേണ്ട തെളിവുകളും ലക്ഷ്യങ്ങളും മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ ഓരോന്നായി പറഞ്ഞു കൊടുക്കും. ഒരാൾക്കും ഒരു വിഷമവും അനുഭവിക്കേണ്ടി വരില്ല. സുന്നത്തുകൾ നിസ്സാരമായി കാണരുത്, അത് ചെറുതായി കാണരുത്. ഞാനൊന്നും അത് ചെയ്യേണ്ട ആളല്ലെന്ന് ചിന്തിക്കരുത്. അറിവുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പതിവാക്കി പ്രകാശിപ്പിച്ചു കൊണ്ട് നടക്കണം. എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പതിവാക്കാൻ കഴിയുമോ അത്രയും വലിയ നന്മയാണ് നമുക്കുണ്ടായിത്തീരുന്നത്.
നാളെ ഒറ്റക്ക് കിടക്കുന്ന ഖബറില് വലിയ സന്തോഷം ലഭിക്കാൻ ഉമ്മമാരെ, സഹോദരങ്ങളെ, നിത്യജീവിതത്തിൽ ഫർളിനോടൊപ്പം പതിവാക്കുന്ന സുന്നത്തുകൾ നമുക്ക് വലിയ കാരണമായി കിട്ടും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ നല്ല മലക്കുകളുടെ സഹായവും നല്ല സംരക്ഷണവും സന്തോഷവും ലഭിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.